ഹാപ്പി ന്യൂ ഇയർ. സോ ഗൈസ് എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് 2026 എല്ലാവർക്കും ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ന്യൂ ഇയർ പരിപാടിക്ക് പോവാണ്. വൈൽഡ് ഫയർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിക്ക് പോവാണ്. ഈഗിള്, ഫെജോ, പിന്നെ ആരൊക്കെ, പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ TVയിലെ നമ്മുടെ പിള്ളേരൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ ന്യൂ ഇയർ അടിച്ചു പൊളിക്കണം എന്തായാലും. കഴിഞ്ഞ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിന് സ്നേഹ ഉണ്ടായിരുന്നു. ഇപ്പം സ്നേഹ UK-ലും ഞാനിവിടെയും. കഴിഞ്ഞ ന്യൂ ഇയർ നമ്മളെവിടെ പോയത്? കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാനുണ്ടായിരുന്നു, അൻസിലുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ന്യൂ ഇയർ അടിച്ചു പൊളിച്ചായിരുന്നു. ഇപ്പം അൻസിൽ ദുബായ്, സ്നേഹ UK, ഞാനിവിടെ. എല്ലാവരും ഈ ന്യൂ ഇയറിനെ എല്ലാവരും ഷഫിൾഡായി ഭയങ്കരമായിട്ട്. സോ എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് യു ഗൈസ്. ഇപ്പം 3 മണിയായി. സോ 4 മണിക്ക് ഈഗിളിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. 4 മണി മീൻസ് അവിടെ നിന്ന് ഈഗിളിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുമായിരിക്കും. അങ്ങനെ എന്നോണം സെറ്റാക്കി വെച്ചേക്കുന്നത്. സോ ഞാൻ എന്തായാലും പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. സോ സമയം ഇപ്പം 4 മണിയാണ്. നേരെ ഞാനിപ്പോൾ ഈഗിളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് അത് നമ്മൾ കാർ എടുക്കുന്നില്ല, ഊബറിലാണ് പോകുന്നത്. അപ്പോൾ ഊബറിൽ അവൻ്റെ വീട്ടിൽ പോയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് അവൻ്റെ കാറിലായിരിക്കും നമ്മൾ പരിപാടിയിലോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പോസ്റ്റ് കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഒരു ബാഗിന് പാക്ക് ചെയ്തെടുത്ത്. കാരണം അല്ലെങ്കിൽ ഞാൻ എന്തായാലും വിയർത്ത് മുഷിഞ്ഞ് അതങ്ങ് ഇല്ലാണ്ടായി പോകും. വിഷമിച്ച് ഇവിടെ ഇരിക്കുകയാണ് ആസ് യൂഷ്വൽ. ഹാപ്പി ന്യൂ ഇയർ ഇവ. ഇനി അടുത്ത വർഷം വരത്തുള്ളൂ വീട്ടിൽ. ഹാപ്പി ന്യൂ ഇയർ. ശുക്കുടു. നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഹായ്. അതെന്തേ സൗണ്ട് ചെക്കിന് പോയാ? ഞാൻ എൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് പോയത്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിലാ? എല്ലാ ദിവസവും എൻ്റെ വണ്ടിയിലാ. എന്താ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഈ പനയെന്നൊരു വലിയൊരു ഓല മടൽ വന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് വീണായിരുന്നു. എന്തിനും ചെറിയ പാളയെന്നാണല്ലേ. വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് സീനില്ല. ഇത് മൊത്തം ഇത് നമ്മുടെ കിരൺചേട്ടൻ്റെ വണ്ടി. ഇവിടെ എലിയും കിരൺചേട്ടനും ഉണ്ട്. കേസ് അപ്പോൾ നമ്മളിപ്പോൾ ഈഗിളിൻ്റെ വീട്ടിലെത്തി. നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ മറ്റേ സൗണ്ട് ചെക്കിന് പോയിട്ടുണ്ട് സ്റ്റേജിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 10-20 മിനിറ്റ് ഇവിടെ വരുമെന്നാണ് പറഞ്ഞത്. സോ അളിയൻ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോകും. ആൻഡ് 7 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ 7 മണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അകത്ത് കയറണം. അതാണ് പരിപാടി. നമ്മുടെ TVയിലെ പിള്ളേരൊക്കെ എവിടെയെന്ന് അറിയത്തില്ല, ഒന്നും അറിഞ്ഞൂടാ. എല്ലാവരും ഫ്ലോയിലങ്ങ് പോകും. ന്യൂ ഇയർ പരിപാടിക്ക് ഒരുങ്ങി നിൽക്കുന്ന ആളെ കണ്ടോ? ജാക്കറ്റ് ഒക്കെ ഇട്ട് ഹിമാലയത്തിൽ ട്രിപ്പ് പോകണ ആള്. ഇത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് സെൻസ് ആണ്? ഇതൊക്കെ പറയുന്നത് ലൈക്ക് നമ്മള് കുറച്ച് ഫാഷൻ ആണ്. ഇതൊക്കെ ഓൾഡിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് കമന്റ് ചെയ്താ എനിക്ക് വേറെ ഷർട്ട് ഉണ്ട്. എന്റെ ഷർട്ട് ബാഗിലാ. അങ്ങനെയാണ്. എനിക്ക് വേറെ തുണിയുണ്ട്. എന്റെ തുണിയെല്ലാം പെട്ടിയിലാണ്. ഒരു ഹാപ്പി എന്ന് പറഞ്ഞേ. എന്താ ഈ ഒരു വർഷത്തിനെ പറ്റി പറയാനുള്ള? മിസ് ചെയ്തു തന്നെ? ഈ വർഷം ഒരു ടേണിംഗ് പോയിന്റ് പോലെയായിരുന്നു. ഇവിടെ വരാൻ പറ്റുന്നു. പുതിയ ആൾക്കാരെ, പുതിയ സ്ഥലം, പുതിയ കൾച്ചർ, പുതിയ ക്ലൈമറ്റ്, അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. കൊറേയൊക്കെ എൻജോയ് ചെയ്തു, കൊറേയൊക്കെ മിസ് ചെയ്തു. അങ്ങനെ എല്ലാം മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. എല്ലാം ചേഞ്ച് ഫീൽ ചെയ്തൊരു വർഷമായിരുന്നു. ഒരു ചോദ്യം ചോദിച്ചാൽ 42 സെക്കൻഡ് സംസാരിക്കുന്ന അറിയണമായിരുന്നു കേട്ടാ. അങ്ങനെ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ വന്ന ഉടനെ പോകണം. സോ അവരിപ്പോൾ എത്താറായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ഹൗസ് മൈ ഔട്ട്ഫിറ്റ്? എന്താ പറഞ്ഞേ? ഡ്രസ് മാറാൻ പോണ്. എന്ത് പറ്റി? ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബ്രോ ഇതിൻ്റെ അകത്ത് എല്ലാം മറ്റേ പൈൻറ്റ് മിക്സ് ചെയ്യല്ലേ? ഫുള്ള് പൈൻറ്റ് മിക്സ്.
ഓ പെർഫോം ചെയ്യുമ്പോൾ പയ്യനെ കണ്ട. ഞാൻ ചെറുതായിട്ട് വീണ്ടും ഡ്രസ്സ് മാറി. സത്യം പറഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി നല്ലത്. അതിടുമ്പോഴത്തേക്കും ചെറിയ ചൂട്. ഹലോ ഹലോ കണ്ണാ പറടാ. എവിടെ കയറേ? എടാ ഞാൻ എന്റെ ടിക്കറ്റ് നിന്റെ അല്ലേ? എടാ 10 പേരുടെ ടിക്കറ്റ് നിന്റെ അല്ലേ ഉള്ളേ? ആ 10 ആ 10 ഒരാള് ഞാനാ. എന്നാ ഞങ്ങള് എത്തിയടാ. ഇത് ഇനി 8 മിനിറ്റ്. എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ? നീ പറഞ്ഞ അവൾ കേക്കുന്നുണ്ട്. കണ്ട ബാറിൽ പോയി ഇത് എന്താണ് എലി ഇത്ര ഒരുങ്ങാനായിട്ട്? ഒന്നാമത് രാത്രി എലി ആർക്കും മനസ്സിലാവത്ത പോലും ഇല്ല. എന്തിനാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഒരുങ്ങിയതല്ലേ ഉള്ളൂ, അല്ലാതെ ഉച്ചക്ക് പോയി ബിവറേജ് ക്യൂ നിന്നില്ലല്ലോ നിന്നെ പോലെ. എലി നമ്മൾ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് കുപ്പി അടിച്ച് ഞാൻ നിൽക്കുന്ന മനസ്സിലായോ? അറിയാ ചന്ദ്രു, ആകാശത്തുള്ള എന്ത് ഞാൻ എന്നിട്ട് ആകാശത്തിന് താഴെയുള്ള എന്തും ചന്ദ്രു എന്ന് സ്വന്തം. എനിക്ക് എക്ലൈസിന്റെ മുട്ടായി വേണം, വാങ്ങിച്ചു വെച്ചേക്കോ? വാങ്ങിച്ചോക്കാം. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യാൻ പറ്റി. എടാ നിക്കടാ, ഞാൻ വന്നിട്ടേ കേറാവൂ കേട്ടോ. ആ ക്യൂ നില്ല എന്നെ തള്ളിക്കയറ്റി ഇടയ്ക്ക്. ഇതാണ് അവിടുത്തെ അവസ്ഥ. 7,000 പേരെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു 7 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതെ അതെ, അവിടെ ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരാണ്, നല്ല തിരക്കെന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും പോയി നോക്കാം. സ്ഥലത്തെത്തി. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതെ, പോലീസൊക്കെ ഉണ്ടല്ലോ. വൈൽഡ് ഫയർ. ഇതാണ് ക്യൂ. ഈ ക്യൂവിലാണ് നമ്മൾ നിൽക്കാൻ പോണല്ലേ? അതെ 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 അതെ. അല്ല പറ്റൂ, നമ്മൾ ബാക്കിൽ പോണം എന്തായാലും, കാരണം ഇതാണ് ക്യൂ. നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല, പക്ഷെ എന്തായാലും വന്നോളൂ. ഇതാണ് ക്യൂ, ഇതിന്റെ അവസാനത്തെ ക്യൂ. ചെറിയൊരു ക്യൂ, ഒരു 1.5 കിലോമീറ്ററിന്റെ ക്യൂവിന്റെ എൻഡാണിത്. ഹലോ ഗായ്സ്, ഹലോ. നമ്മള് ക്യൂന്നാ കയറിങ്ങള്. ഹലോ ഹായ്, അറിയായിരിക്കും. അരങ്ങേറ്റ പാലക്കാട് കൊച്ചി മാല കിട്ടുന്നുണ്ടല്ലോ. ആദർശ ഗിഫ്റ്റ് ചെയ്ത ഫജറോടുള്ള പൊളിക്കുമെന്ന് പൊളിക്കും. പിന്നെ പൊളിക്കാതെ ആൾക്കാരുണ്ട്, നമ്മുടെ പയ്യന്മാരുണ്ട്. ഗഡി ഗഡിയായി പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങളെ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറച്ച് പേര് കൂടി വരട്ടെ എന്ന് കരുതിയിട്ടാണ് സ്റ്റേജൊക്കെ വിഷയം. അമ്മോ, പേര് വരട്ടെ, അവിടുത്തെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാ എങ്ങനെയോ കഷ്ടപ്പെട്ടാത്തേര് വലിയ പാടായിരുന്നു കയറാൻ വേണ്ടിട്ട്. സത്യം പറഞ്ഞ എങ്കിലൊക്കെ ഇവരെ മീറ്റ് ചെയ്യണം, ലൈവായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച ആളുകളാണ്. ഇപ്പൊ നമുക്കത് കാണാനായിട്ട് പറ്റുന്നു. ബ്രോ എന്ത് തിരക്കാണ് ബ്രോ. പൊളിക്കോ? സ്റ്റേജിൽ പൊളിക്കോ? എത്തിയോ? ഇവിടെ വർത്താനൊന്നുമില്ല, ഞാൻ അവിടെ പൊളിക്കും. നല്ല രസമാണ് വിചാരിക്കുമ്പോൾ. നമ്മൾ എന്തോ ലെക്കിലാണ് കയറിയത്, സൈഡിൽ കൂടി നല്ല ക്യൂ ആണ്. 1 കിലോമീറ്റർ സ്റ്റേജിൽ വരുന്നു. ബ്ലാസ്റ്റിംഗ് പെർഫോമൻസിന്റെ ആദ്യത്തെ തുടക്കമാണ്.
ഹേയ് ഗൈസ്, വെൽക്കം ടു 2026. അങ്ങനെ ന്യൂ ഇയർ പ്രഭാതമാണ്. ന്യൂ ഇയർ പ്രഭാതത്തിൻ്റെ വെയിലൊന്നും അടിച്ചോട്ടെ ഞാൻ. മുടിഞ്ഞ തിരക്കായിരുന്നു സത്യം പറയാലോ. എന്തൊരു തിരക്കായിരുന്നു. ഈ പക്ഷേ വിഷയം പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. എങ്ങനെയൊക്കെ ഇന്നലെ ഇവിടെ എത്തിയെന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം സമയം 10 മണി കഴിഞ്ഞിവിടെ. ഇനി നേരെ വീട്ടിൽ പോകണം. എല്ലാവരും നല്ല ഉറക്കമാണ്. ഇപ്പം ആരും എണീറ്റില്ല ഇവിടെ. ഇപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് വീട് പോയി അടിച്ച് ഫുള്ള് ക്ലീൻ ആക്കണം, വൃത്തിയാക്കണം ഫുള്ള്. ഇന്നോട്ട് നമ്മളെല്ലാ പരിപാടികളും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമുക്ക് എല്ലാം സെറ്റാക്കി 1-ാം തീയതിയായിട്ട് ഫുൾ ക്ലീനാക്കി അടിപൊളിയാക്കണം. സോ ലെറ്റ്സ് ഗോ, വീട്ടിൽ പോകാം നമുക്ക്. ഇതാണ് ന്യൂ ഇയർ എഫക്റ്റ്. വൈറ്റ് കളർ ഷൂ ആയിരുന്നത്. ഇത് കണ്ടോ, ചവിട്ടി ചമ്മന്തിയാക്കി. ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് ആയിട്ട് ഇവ നോക്കുന്നുണ്ട്. അകത്ത് ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ആള് പേടിച്ച്. ഇവ പേടിച്ചോ നീ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ഇയറായിട്ട് പ്രത്യേകിച്ച് ഇനി ഒരിടത്തും പോകുന്നില്ല. നമുക്ക് കുറച്ച് ക്വാളിറ്റി ടൈം വീട്ടിൽ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഫുള്ളൊന്ന് ഒതുക്കി ക്ലീൻ ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇന്നോട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഇനി ബാക്ക് ടു ട്രാക്കിൽ കൊണ്ടുവരണം. നമ്മുടെ ഈ ഒരു മാസം ഞാൻ ഡയറ്റ് എടുത്തിട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഡയറ്റ് ട്രാക്കിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എല്ലാം ഒരു റൊട്ടീനിൽ കൊണ്ടുവരണം. ഗൈസ്, ഞങ്ങളുടെ വീട്ടിലൊരു PSY വന്നിട്ടുണ്ട്. ഇത് ശ്രീജിത് ബ്രോ മേടിച്ചതാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ സെറ്റാക്കാന്നാണ് പുള്ളി പറയുന്നത്. നമുക്കിവിടെ ഹോളിൽ പറ്റുമെങ്കിൽ, നമുക്കിവിടെ TV ഇല്ല, അതാണ് പ്രശ്നം. സോ PS5 നമുക്ക് സെറ്റാക്കണം.
Cheers. നാടൻ പാറ്റ്, അയ്യോ നാടൻ വൈൻ. എൻ്റെ ഫ്ലോർ മാറ്റ് കംപ്ലീറ്റ്ലി അഴുക്കായല്ല പോയി, നശിച്ച്. ഇതിൽ കുറേ വെള്ളമൊക്കെ വീണ്, പിന്നെ ഫുഡിൻ്റെ എന്തോ വീണ്, അങ്ങനെ എല്ലാ കറയും. ഇത് വാഷബിൾ അല്ലായിരുന്നു. ടൈം ടു ഗുഡ് ബൈ ഫ്ലോർ മാറ്റ്, ബൈ ബൈ. ഇതുവരെയും ഹൈഡ് ചെയ്ത് വെച്ച എൻ്റെ കർട്ടൻസ് ഞാൻ മാറ്റുവാണ്. ഇത്രയും വിഷ്വലി അടിപൊളിയായിരുന്നു എൻ്റെ റൂമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അയ്യോ, ലോകത്തുള്ള എല്ലാവർക്കും ഇപ്പം എന്നെ കാണാം. പോവാം. ഏറ്റവും പാടുള്ളൊരു മേഖലയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ റൂം ക്ലീൻ ആക്കുക എന്നുള്ളത്. നല്ല പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ന്യൂ ഇയറായിട്ട് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് റൂമും അല്ലെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നത് നല്ലതാണ്. നമുക്കൊരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടും. മനസ്സിലായോ? ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ എപ്പിസോഡ് റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയി കാണേണ്ടത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ ജിമ്മിലോട്ട് പോയത് കഴിഞ്ഞ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അതുപോലെ തന്നെ നല്ലൊരു ഇയർ ആയിരുന്നു 2025. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. എല്ലാം സർവൈവ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. 2026 ആയിട്ടുണ്ട്. ഈ ഒരു വർഷം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്ത കമൻ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ ഈ ഒരു വ്ളോഗും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 50K സെലിബ്രേഷൻ വ്ളോഗ്, സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു 50K എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു വ്ളോഗ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. 2026 ഫസ്റ്റ് വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്ബൊക്കെ ചെയ്യണേ കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ ബൈ ഗൈസ്. അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബ്ലോപ്പ്.